ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നാർസിസ്റ്റിൻ്റെ വിക്ടിമിന് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ്. അതായത് അവർ പറയുന്ന ആരും വിശ്വസിക്കില്ല. എല്ലാവരും നീ ശരിയാവണം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണാം. എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് നിങ്ങളെ ഉപദേശിക്കുന്ന ആൾക്കാർ ആരൊക്കെ ആയിരിക്കും? സ്വന്തം വീട്ടുകാരുണ്ടാവും, നിങ്ങളെ പാർട്ട്ണർ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യ, അവരുടെ വീട്ടുകാരും, അതേപോലെ അവരുടെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, എന്തിന് സൈക്കോളജിസ്റ്റുകൾ പോലും. പല സൈക്കോളജിസ്റ്റുകളും വിചാരിക്കുന്നത് നാർസിസം ചെറിയൊരു പരിപാടിയാണെന്ന്. അതായത് നാർസിസ്റ്റിൻ്റെ കൂടെ അവരെപ്പോഴെങ്കിലും ഈ പ്രശ്നം കാണിക്കും, ആ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് അവർ പോലും ചോദിക്കുന്നത്. ഇത് ഞാൻ 1-2 പേരല്ല, ഒരുപാട് പേരിൽ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സൈക്കോളജിസ്റ്റുകൾക്ക് പോലും ഇവരുണ്ടാക്കുന്ന ഡാമേജിൻ്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റിനോട് ഒരു വാക്ക് പറയാനുള്ളത്, ഇങ്ങനെ ചിന്തിക്കുന്ന സൈക്കോളജിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരാളെ കീഴിൽ ഒരു 10 വർഷമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു മനോരോഗിയായിട്ട് ആര് മാറും? വിക്ടിം മാറും. അവർ നാർസിസ്റ്റോ അല്ലെങ്കിൽ ഡിപ്രഷൻ പല അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസാരമായിട്ട് അങ്ങനെ കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഏതുമാവട്ടെ, ഇത് മുഴുവനും കേൾക്കാം. എന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. ഇത് മൊത്തം കേട്ടിട്ട് അവർക്കത് തിരിച്ചറിയാനുള്ള ബോധം കുറച്ചെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് വിക്ടിം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും, അതായത് ഇരയായ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും അതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവില്ല. നാർസിസ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും വളച്ചൊടിക്കാനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും കളവ് പറയാനൊക്കെ മിടുക്കനായിരിക്കും. പക്ഷേ ഈ വിക്ടിം എന്താണ്? വിക്ടിമിൻ്റെ ഇതൊന്നും കൃത്യമായി പറയാനുള്ള കഴിവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി അവരെ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് അവർ പറയുന്നതായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒരേ നാർസിസ്റ്റ് കാണിക്കണമെന്നില്ല, വിക്ടിമായ ആൾക്കാർ അതുപോലെ അനുഭവിക്കണമെന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഏകദേശം ഒരു മോഡലാക്കിയിട്ട് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആര്? നാർസിസ്റ്റ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ എന്തായിരിക്കും? എപ്പോഴെങ്കിലും ഒരിക്കലല്ല, നിരന്തരം കുറ്റപ്പെടുത്തും. രാവിലെയും രാത്രിയും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അതിന് നേരിട്ടും ഫോണിലൂടെയും എപ്പോഴും കുറ്റപ്പെടുത്തൽ. എത്ര കാലം സഹിക്കും? അപ്പോൾ ഇവരനുഭവിക്കുന്ന ഒന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ നിരന്തരം കുറ്റപ്പെടുത്തൽ. അപ്പോൾ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഞാൻ സ്ഥിരം കുറ്റപ്പെടുത്തൽ കിട്ടിയ ഒരാളാണോ? അല്ലെങ്കിൽ ഇവരുടെ പ്രയാസം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത തെറ്റിന് കുറ്റപ്പെടുത്തൽ കിട്ടുക ഓക്കെ, പിന്നെ സഹിക്കാം. പക്ഷേ ഇയാൾ ചെയ്ത അല്ലെങ്കിൽ ഇവൾ ചെയ്ത, ആരാണോ നാർസിസ്റ്റ്, അവർ ചെയ്ത തെറ്റിനും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി, നാർസിസ്റ്റായ വ്യക്തി ബിസിനസ്സിലോ മറ്റോ കൊണ്ടുപോയിട്ട് ഒരുപാട് പൈസ തൊലച്ചു. അങ്ങനെ തൊലച്ച സമയത്ത് അയാൾ വന്നിട്ട് പറയുന്നത്, രാവിലെ നിൻ്റെ കണി കണ്ടു പോയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന്. അതായത് ഇതുമായിട്ടൊരു ബന്ധം ആർക്കില്ല, വിക്ടിമിനില്ല, എന്നാലും കുറ്റപ്പെടുത്തും. അതായത് തൻ്റെ തെറ്റും വിക്ടിമിന് ചാർത്തും, വിക്ടിമിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു അന്ത്യമില്ല. നമ്മൾ വിചാരിക്കും ഇത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെയ്യൂല. ഇതിങ്ങനെ 15 വർഷം ഒരാൾ വിക്ടിമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ 15 വർഷം ഇത് കേട്ടുകൊണ്ടേയിരിക്കണം. 30 വർഷമാണെങ്കിൽ 30 വർഷം. ഒരു ദിവസം പോലും കേട്ടു നിൽക്കാൻ ക്ഷമയില്ലാത്തവർ ഉപദേശിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപവാദം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യം. ഇതിലെനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയൊരു കാര്യം പറയാം. ഒരു സ്ത്രീയെ പറ്റി തൻ്റെ ഹസ്ബൻഡ് നിരന്തരമായി 10-30 കൊല്ലത്തോളം മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നിനക്ക് വേറെ ബന്ധമുണ്ട്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെയധികം സംശയരോഗവും അതേപോലെ ഈ പറച്ചിലും. അവസാനം ഗത്യന്തരമില്ലാത്ത സമയത്ത് മകൻ, 23 വയസ്സുള്ള മകൻ ഈ ഉപ്പയോട് ചോദിച്ചു, ഉമ്മയെപ്പറ്റി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് തെളിവ് തന്നേ തീരും. നിരന്തരം പറഞ്ഞപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറി. വീണ്ടും 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 ചോദിച്ചപ്പോൾ അവസാനം അയാൾ പറയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എങ്ങനെ? 30 കൊല്ലം തൻ്റെ മാതാവിനെ പറ്റി, അതായത് ഇയാളുടെ ഭാര്യയെപ്പറ്റി മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരെ വെച്ച് അപവാദം പ്രചരിപ്പിച്ചതും നിരന്തരം പറഞ്ഞ കാര്യം അത് വെറുതെ പറഞ്ഞതാണെന്ന്. അതായത് വെറുതെ പറയാൻ ഒരു മടിയും കാണിക്കൂല ഇവർ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നമ്മളെപ്പറ്റി ഇല്ലാ കഥ, അത് ഏറ്റവും മോശപ്പെട്ട, സമൂഹം വെറുക്കുന്ന ഒരു കാര്യം നിരന്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ എത്ര കാലം ഉണ്ടാവും? എന്നിട്ട് നിങ്ങൾ പറയാണ് കേൾക്ക്, ക്ഷമിക്ക്.
അപ്പം അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട്, ഇവർ പറയുന്ന കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ കളവ് പറയും. വിക്ടിമിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിക്ടിമിന് എപ്പോഴും കുറ്റബോധം ഉണ്ടാവും. ചെറിയ കളവ് പോലും പറയാൻ മെനക്കെടൂല. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്, വിക്ടിമ് കുറേ കാലം കഴിയുമ്പോൾ നാർസിസ്റ്റിൻ്റെ സ്വഭാവം വരും കേട്ടോ. അതായത് 10-15 കൊല്ലം കഴിയുമ്പോൾ അത്യാവശ്യം കളവ് പറയാനും വിക്ടിമും തയ്യാറാവുന്ന അവസ്ഥയിലെത്തും. പക്ഷെ ആദ്യ കാലങ്ങളിൽ ഒരിക്കലും വിക്ടിമിന് കളവ് പറയാൻ പറ്റൂല, കളവ് പറയൂല. പക്ഷെ ഇയാളാണെങ്കിൽ ശുദ്ധ നുണ എല്ലാവരും പറയും. ഈ കളവ് പറഞ്ഞ് പിടിച്ചിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ചെയ്യുന്നുണ്ട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഹസ്ബൻഡ് പറയാണ് ഇവൾ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന്. അതേപോലെ ഒരു ഹസ്ബൻഡ് വീട്ടിലെ എല്ലാ ചെലവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാര്യ പറയാണ് ഒട്ടും ഈ വീട്ടിന് വേണ്ടി ഒരു കാര്യം ആൾ ചിലവാക്കുന്നില്ല, ഒന്നും തരുന്നില്ല. ശുദ്ധ നുണ പറയും. അതിന് ചില കിട്ടിച്ചമച്ച തെളിവുകൾ നിരത്തുകയും ചെയ്യും. അതോടെ ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ കുടുങ്ങും. അതായത് ചെലവിന് കൊടുത്തത് തെളിയിക്കാനുള്ള ഒരു പ്രൂഫ് പോലും ഇയാൾക്ക് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതിൽ വീട്ടിൽ പണി ചെയ്തതിനൊന്നും തെളിവ് ഇവർക്ക് കാണിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇതിലേറ്റവും രസം എന്ന് പറഞ്ഞാൽ വിക്ടിമിന് തെളിവ് സൂക്ഷിക്കുന്ന ഒരു പരിപാടിയില്ല, പക്ഷേ നാർസിസ്റ്റിന് തെളിവ് സൂക്ഷിക്കുന്ന പരിപാടിയുണ്ട്. അവർ CCTV വെക്കും, റെക്കോർഡ് ചെയ്യും, ഫോൺ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യും, പല രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാക്കും. പക്ഷേ വിക്ടിം ആദ്യകാലങ്ങളിലൊക്കെ ശുദ്ധ മനസ്കരായതുകൊണ്ട് ഇത്തരം കുബുദ്ധികളൊന്നും അവർ ഉപയോഗിക്കൂല. ഇങ്ങനെയുള്ള ഒരാളോട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കാം. പിന്നെ അടുത്ത പോയിന്റ്, ഇവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ശാരീരികമായി ഉപദ്രവിക്കും, നല്ലോണം ഉപദ്രവിക്കും. അടി, തൊഴി, പല രീതിയിൽ ഉപദ്രവിക്കും. ദേഹോപദ്രവം, കൊല്ലാൻ പോലും മടിക്കില്ല, ആ രീതിയിൽ ഉപദ്രവിക്കും. പ്രത്യേകിച്ച് മാലിഗ്നന്റ് നാർസിസ്റ്റാണ് അങ്ങനെ ചെയ്യുക. എന്നാൽ കോവേർട്ട് നാർസിസ്റ്റ് നേരെ തിരിച്ചാണ്, അവർ മാനസികമായി പ്രയാസപ്പെടുത്തി കളയും. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഈ ഒരു ഭാര്യയാണ് വിക്ടിമെങ്കിൽ, ഭർത്താവാണ് നാർസിസ്റ്റ് എങ്കിൽ വണ്ടിയിൽ പോകാൻ വിചാരിച്ചോ. അപ്പോൾ ഭാര്യയോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വണ്ടി വളരെ സ്പീഡിൽ ഓടിക്കും, അങ്ങനെ പേടിപ്പിച്ച് കിടുകിട വറക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഭാര്യ അനുഭവിക്കുന്ന ഒരു പ്രയാസം അത് അനുഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള പല രീതിയിലും കൊല്ലും എന്നൊക്കെ ഫീൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ എല്ലാവരും വലിയ മോശപ്പെടുത്തുന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കും. ഈ മനസ്സിങ്ങനെ നീറി കഴിയുന്ന അവസ്ഥയിലെത്തും. മാത്രവുമല്ല ഇവർ നിരന്തരം പല കുറ്റപ്പെടുത്തലും, ആ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇവരെ മാനസികമായി തകർക്കുന്ന കുറ്റപ്പെടുത്തലായിരിക്കും. നിന്നെ ഒന്നിനും കൊള്ളൂല, നീ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടയായത്, നീ എത്ര മോശമാണെന്നൊക്കെ പറഞ്ഞ് ഈ വിക്ടിമിൻ്റെ കോൺഫിഡൻസ് തന്നെ ഇല്ലാണ്ടാക്കി കളയും. ഒരു ധൈര്യമില്ലാത്ത ഒരു ചണ്ടി പോലാക്കി കളയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മിക്ക വിക്ടിമിനും ധൈര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എപ്പോഴും ഒരു ആൻസൈറ്റി ഉണ്ടാവും. പിന്നെ ആരോടും പറയുമ്പോൾ തന്നെ അവർ വിശ്വസിക്കുന്നുള്ളൊരു ഡൗട്ടിലായിരിക്കും എപ്പോഴും ഉണ്ടാവാം. എന്തുകൊണ്ട്? ഇയാളത് ഉണ്ടാക്കി തീർക്കാണ്, അല്ലെങ്കിൽ ഇവളത് ഉണ്ടാക്കി തീർക്കാണ്. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നാർസിസ്റ്റ് ആണ് മാത്രമാണോ, പെണ്ണുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഉദാഹരണം പറയുമ്പോൾ ആണിനെ ഞാൻ ചേർത്ത് പറയുമ്പോൾ പല ആൾക്കാരും പെണ്ണില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പെണ്ണും നാർസിസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കോവേർട്ട് നാർസിസ്റ്റ് കൂടുതൽ സ്ത്രീകളാണ്. പിന്നെ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇവർക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിണങ്ങി നിൽക്കും. ഈ പിണങ്ങി നിൽക്കുന്നത് എങ്ങനെ അറിയും? ചിലപ്പോൾ 1-2 ദിവസം പിണങ്ങി നിൽക്കും, മിണ്ടാതിരിക്കും. ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം മിണ്ടാണ്ടിരിക്കും. ഫോൺ വിളിക്കൂല, ഫോൺ ബ്ലോക്ക് ചെയ്യും. ചില ആൾക്കാർ എവിടെ പോയിന്ന് പോലും അറിയില്ല, ആ ലെവലിൽ മുങ്ങിക്കളയും. അയാളെ പൊടി പോലും ഉണ്ടാവില്ല. ഇനി ഇൻ കേസ് ചില ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടാവും, പക്ഷേ തിരിഞ്ഞു നോക്കൂല. മാത്രമല്ല ചിലപ്പോൾ ചിലവിന് കൊടുക്കൂല, ചിലപ്പോൾ കംപ്ലീറ്റ് നെഗ്ലക്റ്റാണ്. അതായത് വിക്ടിമായ വ്യക്തിക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇയാൾക്ക് എന്താണ് പ്രശ്നം, ഇയാൾ എന്തുകൊണ്ട് എന്നോട് തെറ്റി, ഇതൊന്നും അറിയാതെ ആകെ ഒരു മനം മടുക്കുന്ന അവസ്ഥയുണ്ടാവും. നിങ്ങൾ ഈ കേൾക്കുന്നവർ ആലോചിക്കേണ്ടത്, ഇത് ഒരു ദിവസങ്ങളിലേക്ക് സഹിക്കാം, എത്രയോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സഹിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ ചിന്തിച്ചിട്ട് മതി ഈ അഡ്ജസ്റ്റ് ചെയ്യൽ പരിപാടിക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ അഡ്ജസ്റ്റ് ചെയ്യൽ വല്ലാണ്ട് നിങ്ങൾ ഇതാക്കണ്ട. ചില സമയത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടി വരും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് കഴിവുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് പരിഹാരം കണ്ടേ തീരും. അല്ലാതെ ഒപ്പിക്കൽ പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം വീണ്ടും ഞാൻ ഉണർത്തുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് നൽകിയാലും അത് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഭക്ഷണമായാലും, തിന്നുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറയും. ഓരോ പ്രാവശ്യം, അതായത് ഓരോ സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ഉണ്ടാക്കിയാണ് നീ ഇങ്ങനെ തിന്ന് തീർക്കുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ വെറുപ്പും അറപ്പും ഉണ്ടാക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാത്ത അവസ്ഥ ഉണ്ടാക്കും. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വാഗ്ദാനങ്ങൾ ലംഘിക്കും. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും, പല വാഗ്ദാനങ്ങളും, ചെറുതും വലുതുമായ ഒരുപാട് വാഗ്ദാനങ്ങൾ. ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാം, ഇന്നത് ചെയ്യാം, നമുക്ക് ടൂർ പോവാം, ട്രിപ്പ് പോവാം, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം, സ്വർണ്ണം വാങ്ങിത്തരാം, പലതും വാഗ്ദാനങ്ങൾ ചെയ്യും. പക്ഷെ അവർ നടപ്പിലാക്കൂല. പെങ്ങളെ കല്യാണത്തിന് അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറയും, പക്ഷെ കൊടുക്കൂല. ആ സമയത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് കൊടുക്കാതിരിക്കും. ഈ വാഗ്ദാനത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്.
ഈ വിക്ടിം എല്ലാവരും മുമ്പിൽ മോശക്കാരിയാവും. എങ്ങനെയെന്ന് അറിയാം. ഉദാഹരണം പറയാം. ഒരു ഭാര്യ തൻ്റെ അനുജത്തിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്ത് സഹായിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിക്കാൻ കാരണം ഹസ്ബൻഡിനോട് ചോദിച്ചു, ഹസ്ബൻഡ് നീ പറഞ്ഞോ, ഞാൻ ആ സമയത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞു, ഞാൻ ഇത്ര സ്വർണം തരാം, അല്ലെങ്കിൽ ഒരു മാല തരാം. അവസാന സമയത്ത് ഇയാൾ കാല് മാറും, കൊടുക്കൂല. അതോടെ എല്ലാവരും മുമ്പിൽ ആര് മോശക്കാരിയാവും? ഇവൾ മോശക്കാരിയാവും. എന്നിട്ട് ഈ ഹസ്ബൻഡ് അവിടെ പോയിട്ട് നീ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തതെന്തേ, നിനക്ക് ഞാൻ പൈസ തന്നല്ലേ, നീ ആ പൈസ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആകെ ടെസ്റ്റ് ചെയ്യും. അതായത് ഇവള് കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. എല്ലാവരും മുമ്പിൽ അയാൾ മാന്യനും ഇവള് മോശക്കാരിയായിട്ട് മാറും. വാഗ്ദാനങ്ങൾ ലംഘിക്കും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. പരസ്പരം തെറ്റിക്കും. എല്ലാവരും മുമ്പിൽ തെറ്റിക്കും. എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് കുനിഷ്ട് പറഞ്ഞ് പൈസ കൊടുത്ത് മറ്റു ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ട് തെറ്റിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന മറ്റുള്ളവരോടാണ്. നിങ്ങളിത് എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കുന്നതല്ലേ. ഇതെങ്ങനെയെങ്കിലും റെഡിയാവും. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ 9 പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഈ 9 പോയിൻ്റുള്ള ഒരാളെ എങ്ങനെ സഹിക്കാൻ പറ്റും? പോട്ടെ, ഇതിൽ വാഗ്ദാനങ്ങൾ ലംഘിക്കുക, പരസ്പരം തെറ്റിക്കുക, അതേപോലെ തന്നെ കളവ് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്ന ആളെ നിങ്ങൾ എങ്ങനെയാണ് അയാളെ റെഡിയാക്കി എടുക്കുക? അങ്ങനെയുള്ള ഒരാളെ കൂടെ എങ്ങനെയാണ് വിക്ടിം നല്ല സന്തോഷത്തോടെ ജീവിക്കുക? മാത്രമല്ല, ഈ സ്വഭാവം കാണിക്കുമ്പോൾ എങ്ങനെ മാനസികമായി പിടിച്ചു നിൽക്കും? ഇതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഒരുമിപ്പിക്കാൻ നോക്കിയാൽ മതി. വെറുതെ ഇങ്ങനെ ഉടായ്പ പരിപാടി നിങ്ങൾ നടത്തരുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ഇതിന് കഴിവുള്ള സൈക്കോളജിൻ്റെ അടുത്ത് എത്തിക്കാം. അല്ലെങ്കിൽ കുടുംബം ഒന്നായിട്ട് ഇയാളെ തിരുത്താൻ നോക്കണം. അല്ലെങ്കിൽ ഇവളെ, ആരാണോ നാർസിസിസ്റ്റ്, ഒരു വ്യക്തിക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. കുടുംബം ഒന്നായിട്ട് ചേരുമ്പോൾ ഇവർക്ക് ഇവരുടെ ശക്തി ക്ഷയിക്കും. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ ഒരു അവസ്ഥ ഇവർ നേരിടേണ്ടി വരില്ല. ഇവർക്ക് എപ്പോഴും കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. എപ്പോഴും അത് പുരക്കാരല്ലെങ്കിലും സുഹൃത്തുക്കൾ, പുറത്തുള്ളവർ, നാട്ടുകാർ, ഇവർക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും നിയമത്തിലെ കുറച്ച് ആൾക്കാരെങ്കിലും, പോലീസിൻ്റെ സപ്പോർട്ടെങ്കിലും അവരെങ്ങനെ തേടും. അതായത് ഇവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇവരെ തിരുത്താനും പറ്റും. അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല നാർസിസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും കുഴിയിൽ തള്ളാൻ നിങ്ങൾ ശ്രമിക്കരുത്. പരിഹാരം ഉണ്ടാക്കിയിട്ട് മാത്രം ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം ഒരുക്കിയാൽ മതി. അല്ലാതെ ഒപ്പിക്കൽ പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞ് വീണ്ടും കാണാം. നന്ദി.